ഹലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു കല്യാണം ഉണ്ട് കേട്ടോ. ഏട്ടൻ്റെ വല്യമ്മേൻ്റെ വീട്ടിലാണ് കല്യാണം ഉള്ളത്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആദ്യം ഫേസ് ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം എൻ്റെ ഭയങ്കര ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഞാനൊരു പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസർ ഇടുന്നുണ്ട് കേട്ടോ. അത് ഓർമ്മ ഉണ്ടെങ്കിലേ ഇടാറുള്ളൂ, അല്ലെങ്കിൽ മറക്കുകയാണെങ്കിൽ പിന്നെ അങ്ങനെ ഇടലൊന്നുമില്ല കേട്ടോ. അങ്ങനെ സ്ഥിരമായിട്ട് അപ്ലൈ ചെയ്യാറൊന്നുമില്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ ഓർമ്മ വരണം എന്നൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കും. അപ്പോൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ സ്ഥിരമായിട്ട് ഇന്ന പൗഡർ അങ്ങനെയൊന്നുമില്ല. ഇപ്പം എൻ്റെ കയ്യിൽ കുട്ടിക്കൂറേൻ്റെ പൗഡറാണുള്ളത്. അപ്പോൾ അതിട്ട് കൊടുക്കാം കേട്ടോ. അല്ലാതെ ഇന്ന പ്രൊഡക്റ്റേ യൂസ് ചെയ്യുള്ളൂ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമുക്ക് ഏതാണോ കയ്യിലുള്ളത് അതങ്ങ് ഇട്ട് കൊടുക്കും. അപ്പോൾ കുറച്ച് പൗഡർ ഇട്ട് കൊടുത്തു. പിന്നെ ഇതേ ഒരു സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് കണ്ണെഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. നോർമൽ ഒരു സ്റ്റിക്കാണേ. അപ്പോൾ അതെടുത്തിട്ട് കണ്ണിൻ്റെ താഴെ നിന്ന് എഴുതി കൊടുക്കുന്നുണ്ടേ. പിന്നെ ഐലൈനർ യൂസ് ചെയ്തിട്ട് കണ്ണിൻ്റെ മുകളിലും കൂടെ ഒന്ന് വരയ്ക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ കല്യാണത്തിന് പോകുമായതുകൊണ്ടാണ് ഇങ്ങനെ വരയ്ക്കുന്നത്. അല്ലെങ്കിൽ ജസ്റ്റ് പൗഡർ ഇടുക, പിന്നെ കൺമഷി എടുത്തിട്ട് കണ്ണിൻ്റെ താഴെ നിന്ന് എഴുതുക, പിന്നെ ഒരു പൊട്ടിട്ട് കഴിഞ്ഞാൽ എൻ്റെ ഒരുക്കം കഴിയും കേട്ടോ. പിന്നെ മസ്കാരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ എന്നോ എടുത്ത് വെച്ച സാധനമാണ്, ഞാൻ യൂസ് ചെയ്യാറേ ഇല്ല കേട്ടോ. ലാസ്റ്റ് ഇട്ടത് ഏട്ടൻ്റെ കല്യാണത്തിനാണ്. പിന്നെ ഈ സാധനം എവിടെയായിരുന്നു, പിന്നെ ഇപ്പോൾ ഒന്ന് സാധനങ്ങളൊക്കെ ഒന്ന് തട്ടിപ്പറിക്കൊക്കെ റെഡിയാക്കി വെച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ മസ്കാര. അപ്പോൾ ഞാൻ അതെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ മസ്കാര ഇട്ട് കഴിഞ്ഞു. ഇനി അടുത്ത ലിപ് ബാം ഇടുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി പറഞ്ഞു ഡ്രൈ സ്കിന്നാണെന്ന്. അപ്പോൾ ലിപ്പൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരണ്ട് നിൽക്കും കേട്ടോ, ഉണങ്ങി നിൽക്കും. അപ്പോൾ ഒരു ലിപ് ബാമും കൂടെ ഇടുന്നുണ്ട്. പിന്നെ ഡാസ്ലറിൻ്റെ ഒരു ലിപ്സ്റ്റിക്കും കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഷെയ്ഡേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. ഇതന്നെ ഭയങ്കര ലൈറ്റായിട്ട് ഇടുള്ളൂ, നന്നായിട്ട് കാണുന്ന രീതിയിലൊന്നും ഇടാറില്ല. അപ്പോൾ ലൈറ്റായിട്ട് ഒരു ലിപ്സ്റ്റിക്കും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫേസ് മേക്കപ്പ് കഴിഞ്ഞിട്ടോ, അത്ര ഉള്ളൂ കേട്ടോ എൻ്റെ മേക്കപ്പ്. ഇനി പൊട്ടിടാണ്ട് അതും കൂടെ കഴിഞ്ഞാൽ എൻ്റെത് കഴിഞ്ഞ് ഇനി നമുക്ക് നേരെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം. സാരി ഉടുക്കാനാണ് വിചാരിച്ചത്, എന്താവും എന്നുള്ള അറിയില്ല. സാരി ഉടുക്കാം. പിന്നെ മുടിയും കൂടെ കെട്ടാനുണ്ട്. അപ്പോൾ അതും കൂടെ കെട്ടിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ദാ നമ്മൾ റെഡിയായി കഴിഞ്ഞു. ഇതല്ല വേറെ രണ്ടാം കൂടി രണ്ടാം ഒരു മണായിട്ട് പോകാൻ പറ്റില്ല. എന്താ സ്പ്രേക്ക് പോലെ ഒരു കുറവില്ലല്ലോ. ഞാൻ എല്ലാം നിങ്ങൾ അടിക്കാൻ കേട്ടോ, ഒരേ മണമാണ് രണ്ടാക്കും. അപ്പം അത് കാണുന്നവര് വിചാരിക്കണ്ടാവും എൻ്റെ കൈക്ക് എന്താ ഇല്ലില്ല, ഇത് അടിക്കാനൊന്നും അറിയില്ലെന്ന് വിചാരിക്കണ്ടാവും. ഒരു രസം, ചുമ്മാ ഒരു രസം. എന്തെങ്കിലും ചെയ്ത് കൊടുക്കണ്ട, എന്തെങ്കിലുമൊക്കെ ചെയ്ത് തരട്ടെ. അപ്പോൾ ഞങ്ങൾ ഫുൾ റെഡി ആയി കഴിഞ്ഞു. ഇനി എൻ്റെ കുറച്ച് പൊന്തലാണ് കേട്ടോ, കുറച്ച് ഷോ ഇറക്കുകയാണ്. എൻ്റെ ഐഫോണൊക്കെ വാങ്ങിയതല്ലേ, അപ്പോൾ അതിൽ കുറച്ച് ക്ലിയറൊക്കെ ഉണ്ടായപ്പോൾ കുറച്ച് ഷോ ഇറക്കിയതാ കേട്ടോ. സമയം എത്ര മുടിന്റെ എൻ്റെ ആക്ഷൻ ഹീറോ വിജയിൽ എന്താ പറയാ, മുടിന്റെ വർക്കത്ത് പോകുന്നു അങ്ങനെ എന്താ പറയുന്നത്. ടവലുണ്ടാവില്ല, ആ ടവലല്ലേ തിരുമ്പിട്ടിട്ട് താഴെയാണ്. അപ്പോൾ നമ്മൾ കല്യാണത്തിന് പോകാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. വണ്ടി എടുക്കണ്ട്, ഹെൽമെറ്റ് വെച്ച് പോകണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് കല്യാണ വീട്ടിലെത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മളിത് കല്യാണ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ചെക്കനും പെണ്ണും അവിടെ സ്റ്റേജിലാണ്, ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ചിരിച്ചൊരു വിധമാവും ഈ ഒരു ദിവസം. അപ്പോൾ പൊന്നു, ലാലു, അക്കുട്ടി, മേമ്മമാർ എല്ലാവരും ഉണ്ട് കേട്ടോ. അവർ നേരത്തെ എത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു. ഏട്ടതാ അതിലെന്താ മുന്തിരി തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു മുന്തിരി ഉണ്ടായിരുന്നത് കാണുന്നില്ല എന്ന് പറഞ്ഞ് അത് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഞാൻ പറഞ്ഞു എൻ്റെ ചോറിൽ മുന്തിരി ഉണ്ട്, അതെടുത്തോ എന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ എൻ്റെ ചോറിലെ മുന്തിരി എടുത്ത് കഴിച്ചപ്പോഴാണ് മൂപ്പർക്കൊരു സമാധാനമായത്.
അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോഴേക്കിനും മേമന്മാരൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ രണ്ടാളും കുറച്ച് നേരം അവിടെ ഇരുന്നു, 2-3 ഫോട്ടോസൊക്കെ എടുത്തു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ATM-ൽ നിന്ന് പൈസ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിലിറങ്ങാതെ നേരെ വാഴക്കാട് പോയി അവിടുന്ന് ക്യാഷ് കൊടുത്തിട്ടാണ് നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. കുറച്ച് നേരം അവിടെ മേമൻ്റെ അടുത്തൊക്കെ പോയി വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ വന്നത്. എൻ്റെ ഭർത്തുതാ ക്ഷീണം കാരണം കിടക്കൽ തുടങ്ങി. ഒരു ഹായ് കൊടുക്കൂ. ഈ നേരെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് കിടക്കണം. അപ്പോൾ സമയം 3:30 ആയിട്ടുണ്ട്. കുറച്ച് നേരം ഒന്ന് കിടക്കുക, എന്നിട്ട് പിന്നെ അടുത്ത പണിയിലേക്ക് തിരിയാൻ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.